വെൽക്കം ബാക്ക്. താങ്ക് യു. ഒരൊറ്റ ദിവസത്തിനാണോ ഇവര് വെൽക്കം ബാക്ക് എന്ന് പറയുന്നത്? ആക്ച്വലി സീത, നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു അച്ചടക്കമുണ്ട്. നിങ്ങൾ വന്നതിൽ നല്ല സന്തോഷമുണ്ട്. ഞാനെന്താ സ്കൂൾ ടീച്ചർ ആണെന്ന് പോലെ സംസാരിക്കുന്നത്? അതുകൊണ്ടല്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഇങ്ങനെ നിൽക്കാനുള്ള ഒരു സാമർഥ്യമുള്ളൂ. അത് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെയും കൂടി ഒന്ന് പുകഴ്ത്തിക്കൂടെ? സീത ഇങ്ങോട്ട് വന്നത് ഞാനും കൂടെ കാരണോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. പോയിരിക്കെ. ഇതാരാ ഇവിടെ വെച്ചത്? നീ തിരിച്ചു വന്ന സന്തോഷത്തിൽ ഗണേശൻ തന്നെ വെച്ചതാവും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. തന്റെ ലാപ്ടോപ്പ് പോയി കളക്ട് ചെയ്തോ? ഷുവർ സർ. സീതയോട് എന്താ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അശോക്, ഹലോ സീത. ഹലോ സർ. സോറി, ഞാൻ കാരണം താൻ ബുദ്ധിമുട്ടി. സർ കുഴപ്പമില്ല. അല്ല, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അഡ്മിനിസ്ട്രേറ്റീവ് കൺഫ്യൂഷൻ കാരണം തന്നെ ബലഗാവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട അവസ്ഥയുണ്ടായത്. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഇറ്റ്സ് ഓക്കെ സർ. വലിയ പൊസിഷനിലുള്ളവര് ചെറിയൊരു തീരുമാനം എടുത്താൽ പോലും എംപ്ലോയീസിനെ വലിയ രീതിയിലായിരിക്കും അഫക്ട് ചെയ്യുന്നത്. സോറി ഫോർ ദാറ്റ്. സർ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ സോറി ചോദിക്കുന്നത്? ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. താങ്ക് യു സോ മച്ച് സർ. യാ, ആൻഡ് നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ ഒരു കാരണം കൊണ്ടും ആരും ലീവ് ആവരുത്. എന്താ സാർ, എന്തേലും ബോണസ് കൊടുക്കുന്നുണ്ടോ? ഏയ്, എപ്പോഴും ബോണസിനെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ. ബോണസ് അല്ല, ലഞ്ച്. നാളെ ബോസിന്റെ വീട്ടില് എല്ലാവർക്കും ഉള്ള ലഞ്ച് അറേഞ്ച് ചെയ്യുന്നുണ്ട്. സോ എല്ലാരും വന്നേ പറ്റൂ. ബോസിന്റെ വീട്ടിലോ? സാർ, നിങ്ങളല്ല ഞങ്ങളുടെ ബോസ്. അത് തന്നെയാ പറഞ്ഞത്. എന്റെ വീട്ടിൽ ലഞ്ച് ഉണ്ടെന്ന് പറയുന്നതിന് പകരം ഇതെന്റെ ഓർഡറാ, നിങ്ങൾ എല്ലാവരും വന്നേ പറ്റൂ എന്ന് പറയാൻ ബോസിന്റെ വീട്ടിലാന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇത് നമ്മുടെ സൂര്യപ്രകാശ് ദേശായി, എന്റെ മുത്തശ്ശൻ, നിങ്ങളോട് എല്ലാവരോടും പേഴ്സണലായിട്ട് പറയാൻ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. ആരും മിസ്സാക്കരുത്. ഓക്കെ? യാ, ക്യാരി ഓൺ. താങ്ക് യു സർ. ബോസിന് നല്ല ബുദ്ധി തോന്നിയെന്ന് തോന്നല്ലോ. താങ്ക്സ്. വേണ്ട, എടാ അവളെന്ത് വിചാരിക്കടാ. ഹായ്, വെൽക്കം ബാക്ക്. ഞാനിത് ഇത്ര നേരം എവിടെയായിരുന്നു? ഞാനിവിടെ ഉണ്ടായിരുന്നു. റാം, സത്യം പറ, നീ ബോസിനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഞാനെന്ത് പറയാം? ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നീ ഒന്നും പോയി പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. എടോ, ഞാനെന്ത് പറയാനാ? ഐ ആം ജസ്റ്റ് എ നോർമൽ എംപ്ലോയി. നീ ബോസിന്റെ വളരെ അടുത്ത ആളല്ലേ, അപ്പൊ ഈ കാര്യങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ അല്ലേ? ബോസ് ഒരു ക്ലാരിഫിക്കേഷൻ തന്നില്ലേ, പിന്നെ എന്തിനാ ടെൻഷൻ? ബലഗാവിലേക്കുള്ള ട്രാൻസ്ഫർ ഏറ്റെടുത്തോളാന്ന് പറഞ്ഞത് ഞാനാ. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കൂ.
അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ബോസ് തന്നെ വന്ന് സംസാരിച്ചെങ്കിൽ ഐ തിങ്ക് ദർ മൈറ്റ് ബി ആൻ അഡ്മിനിസ്ട്രേഷൻ പ്രോബ്ലം. ഇറ്റ്സ് ഓക്കെ. താനെന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നേ? താൻ തന്നെ ജോലി നോക്ക്. ബോസ് വിളിക്കുന്നു. ഗുഡ് ടു ഗോ. ഐ വിൽ സീ യു സൂൺ. സീത, തന്റെ ടേബിളിൽ ഇതുവരെ ഞാൻ ദൈവത്തിന്റെ ചിത്രം കണ്ടിട്ടേയില്ലല്ലോ. ഇതുവരെ ഇങ്ങനെ പൂവിട്ട് വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും നീ ശ്രദ്ധിക്കാഞ്ഞത്. ആരോ ഇന്ന് ടേബിളില് പൂ വെച്ചിട്ട് പോയിരിക്കുന്നു. ഞാനതെടുത്ത് ദൈവത്തിന് കൊടുത്തു. നന്നായിട്ടുണ്ട്. ഇന്ന് ഫുൾ ഡ്യൂട്ടി ബോസിന്റെ കൂടെ. സോ ഐ ഹാവ് ടു ലീവ്. ഷുവർ. ബൈ. താങ്ക് യു സോ മച്ച്. ഓഹോ, ശരി ശരി. ആണിന്റെ ജീവിതത്തിൽ ഒരു പെണ്ണ് വന്ന ഫ്രണ്ടിനോടും താങ്ക്സ് പറയുന്ന അവസ്ഥയാവും അപ്പൊ. എടാ, എനിക്ക് വർക്ക്സ് അപ്ഡേറ്റ്സ്. നമ്മളിത് ഏറ്റെടുത്ത് തുടങ്ങിയ ശേഷം എല്ലാം ബെറ്റർ ആയി പോകുന്നില്ലേ? ഐ മീൻ, എല്ലാം നമ്മുടെ കൺട്രോൾ തന്നെയല്ലേ? ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ യെസ്, നമ്മുടെ ഗസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. ചരണ്ടി വെറും ഒരു ടൂള് മാത്രം. നമ്മൾ വന്ന ശേഷം ഫിനാൻഷ്യൽ കാര്യത്തിൽ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. അതായത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരുപാട് ഫ്രോഡ്ലൻഡ് ആക്ടിവിറ്റീസ് ഇല്ലെന്നാണോ നീ പറയുന്നത്? ഹലോ, നോ താങ്ക് യു, ബൈ. പേഴ്സണൽ ലോൺ? നിനക്ക് ലോൺ തരാൻ മാത്രം വലിയ ആൾക്കാരാടാ ഇവിടെ? ഏയ് ഒന്ന് പോയടാ. ഐ എം റിയലി ഹാപ്പി ആൻഡ് പ്രൗഡാ. നമ്മളിവിടെ വന്നെല്ലാം ഏറ്റെടുത്തതിന് ശേഷം ദർ ഈസ് നോ മിസ്മാനേജ്മെന്റ് ഓഫ് മണി. പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട് റാം. അത് ബലഗാവിലെ ഓഫീസിലെ എംപ്ലോയീസിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞ കാര്യം അത് കളവാ. ആൻഡ് അത് നടന്നത് വിശ്വമാമ ഇവിടെ ഉള്ളപ്പോഴാ. അവിടെ ഒരാൾക്കും കുറവുണ്ടായിരുന്നില്ല. അതിനു പകരം ഇവിടെ ഉള്ള ഒരു എംപ്ലോയിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് അവിടെയുള്ള എംപ്ലോയിനെ ഇങ്ങോട്ടേക്ക് മാറ്റാനുള്ള ഒരു പരിപാടി. അതായത് നമ്മളിവിടെ ഇല്ലാതിരുന്ന സമയത്ത് വിശ്വഞ്ചെറിച്ചെന്നെ ആരെങ്കിലും ചീറ്റ് ചെയ്തെന്നാണോ? അഥവാ വിശ്വമാമ ഇതിൽ ഇൻവോൾവ്ഡ് ആണെങ്കിൽ? ഏയ്, നീ എന്താടാ പറയുന്നേ? ദേഷ്യം പിടിക്കലാറാം. എല്ലാ ആംഗിളിലും ഒന്ന് ചിന്തിച്ച് നോക്കണ്ടേ നമ്മള്? പുള്ളി മേമയായിട്ട് അല്പം സ്വല്പം സ്വരച്ചേർച്ച ഉണ്ടെന്നല്ലാതെ നോ. അതുമല്ല, ഇവിടുന്ന് ആരെ അയച്ചാലും അഥവാ അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നാലും ലാഭമോ നഷ്ടമോ ഒന്നുമില്ലല്ലോ. നീ വെറുതെ ഇങ്ങനെയൊന്നും ചിന്തിക്കലടാ. ആസ് ലോങ് as there is no much fraudulent activities, നമ്മളിതൊന്നും വലിയ കാര്യമൊക്കെ ആവശ്യമൊന്നുമില്ല. സമാധാനമായിരി. സ്റ്റേ കൂൾ. ഓക്കെ അല്ലേ? ഓക്കെ ബാസ്. ഏയ്, എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നേ? ഒരു മിനിറ്റ് വെറുതെ ഇരിക്കുന്നതല്ലല്ലോ നിങ്ങള്. നിങ്ങള് സിഹിയും കൂടി അങ്ങ് തുടങ്ങിയ അടങ്ങിയിരിക്കെന്ന് പറഞ്ഞ് ഞാൻ ക്ഷീണിച്ചു പോകാറുണ്ട്. നിങ്ങൾ എന്താ ഇങ്ങനെ വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്നേ? സിഹിമോൾ അകത്തൊറ്റയ്ക്കല്ലേ? പോയി അവളുടെ കൂടെ ഒന്ന് കളിക്കാൻ പാടില്ലേ? വേണ്ട, ഞാൻ അവളുടെ കൂടെ കളിക്കുന്നതിനേക്കാൾ അവള് തന്നെ കളിക്കുന്ന നല്ലത്. സീമോളെ, ഇതെന്തു പറ്റി? ബോറടിച്ച് കിടന്നുറങ്ങിപ്പോയോ? ഏയ്, നിങ്ങൾ ഇവിടെ ഒന്ന് വന്ന് നോക്കിക്കേ. മുത്തശ്ശി, ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. ആന്റി പോയോ? അവൾ എപ്പോഴേ പോയി. മോളെന്ത് ഇവിടെ വന്ന് കിടക്കുന്നേ? എനിക്ക് ആന്റിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ടെൻഷൻ ആവും. ടെൻഷനോ? മോൾ എവിടെന്നാ ഇതൊക്കെ പഠിക്കുന്നത്? മോളെ പോലെ കൊച്ചു കുട്ടികൾക്കൊന്നും ടെൻഷനൊന്നും വരില്ല മോളെ. മുത്തശ്ശി, ആന്റി എന്തൊക്കെയോ പറയും. എനിക്ക് അവരുടെ സംസാരം ഇഷ്ടമല്ല.
അതാ വന്ന് കിടന്നത്. അയ്യോ പോട്ടെ വീട്. ഇതെന്താ ഇത്? ഈ പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എനിക്കൊരു ആകാശത്തൊട്ടിൽ ഉണ്ടാക്കണം. ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല. എന്റെ ഫ്രണ്ട് ഫോൺ പോലും റിസീവ് ചെയ്യണില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഏയ് ഒന്നിങ്ങോട്ട് വന്നേ. ഈ മോളെ ഒന്ന് വന്ന് സഹായിച്ചുകൂടെ? മുത്തശ്ശൻ എന്നോട് സംസാരിക്കുന്നില്ല. എന്നോട് പിണക്കാണെന്നാ തോന്നുന്നേ. നിന്നോട് പിണങ്ങിയിട്ട് ആ എഞ്ചിനീയർ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? തന്നെ വന്ന് മിണ്ടിക്കോളും. പ്രാർത്ഥിക്കാനിരിക്കാം. മോള് പോയി മുഖം കഴുകിയിട്ട് വാ. വയസ്സായില്ലേ നമുക്ക്. ഇനി എത്ര കാലം ഉണ്ടാവും അറിയില്ല. നമ്മളില്ലാതായ സീത അനാഥയായി പോവില്ലേ? സിഹിയുടെ കൂടെ ഇരിക്കാനെങ്കിലും അവൾക്കൊരു കൂട്ടുണ്ടായല്ലേ പറ്റൂ. അതിന് സീത കല്യാണം കഴിച്ചേ മതിയാവൂ. ഭാർഗവ്, ഇതെന്താ വിശ്വ? ഒന്നുമില്ല. ഇത് സോങ്. ഇതെന്താന്ന്? ഓ, നീ ഇതിനെ കുറിച്ചാണോ ചോദിച്ചത്? ഞാൻ വിചാരിച്ച സോങ്ങിനെ കുറിച്ചായിരിക്കും. ഇതാണോ? ഇതിനെ കുറിച്ചാണോ നീ ചോദിച്ചത്? എന്റെ ഉത്തരം ഇത് നമ്മുടെ ഓഫീസ്. ഇവള് പിന്നെയും നമ്മുടെ ഓഫീസിലേക്ക് എങ്ങനെ എത്തി? നോക്കൂ ഭാർഗവ്, നീ എന്നെ ഓഫീസിൽ നിന്ന് പറഞ്ഞയക്കാൻ പറഞ്ഞു. അതുപോലെ ഞാൻ ചെയ്തു. പക്ഷെ അവളുടെ തിരിച്ചുവരവിനെ തടയാൻ നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഇത് നോക്ക്, ഒരു സെലക്ടർ എന്ന രീതിയിൽ എനിക്ക് നല്ല പ്ലെയറെ ബെഞ്ചിലിരുത്താൻ പറ്റും. പക്ഷെ ഹൈക്കമാൻഡ് അവളെ പ്ലേയിങ് 11 എത്തിച്ചാൽ എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നോൺസെൻസ്. നിന്നെ ഞാൻ ഏൽപ്പിച്ചത് ഒരൊറ്റ ജോലിയാ. അതുപോലും മര്യാദയ്ക്ക് ചെയ്യാൻ നിന്നെ കൊണ്ടാവില്ലല്ലേ? നീ തന്നെയല്ലേ എന്നെ ട്രെയിൻ ചെയ്ത് അയച്ചത് ഭാർഗു. എന്ത് ചെയ്യാനാ? ഭാര്യയായി നീ പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പൊ ഈ നാട്ടുകാരെ മുഴുവൻ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യാനാ? കുറച്ച് BP വെറുതെ കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. നോക്ക് ഭാർഗു, എനിക്ക് ഡ്രിങ്ക്സ് ബ്രേക്ക് ആണ്. നിന്നോട് നല്ലൊരു ചൂട് കോഫി ചോദിക്കണമെന്ന് കരുതിയതാ. നോക്കുമ്പോ നീ തന്നെ നല്ല ചൂടില്ല. കുഴപ്പമില്ല, ഞാൻ പുറത്ത് പോയി കുടിച്ചോളാം. ഡബിൾ ഷുഗർ അടിച്ചിട്ട്. ഇവിടെ കിട്ടുന്ന ഷുഗർലെസ്സാ. അവളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ആ രാമന് മാത്രമേ കഴിയൂ. ഇനി പ്രേമിക്കില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെ അവൻ ഇവളെ ഇഷ്ടപ്പെട്ടത്? പാവണ്ടാ. സി ഫോൺ ചെയ്തിട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഫോൺ സൈലന്റ് ആയിരുന്നു. ഞാനത് നോക്കിയില്ല. ഒരു ആകാശത്തൊട്ടിൽ ഉണ്ടാക്കാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുക. ടിവിയിലൊക്കെ ശരിയാവുന്നുണ്ട് ഫ്രണ്ട്. എന്റത് ശരിയാവുന്നില്ല. എന്തോ പോലെ ആവുക. കളിക്കാൻ ഇവിടെ ആരുമില്ല. മുത്തശ്ശിന് ഇവിടെ വിഷമിച്ചിരിക്കുക. ഫ്രണ്ട്, ഫ്രീ ആയ ശേഷം കോൾ ചെയ്യ്. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. ബൈ. പാവല്ലേ. എന്റെ ടെൻഷൻ കൊണ്ട് അവളുടെ കാര്യം ഞാൻ മറന്നുപോയി. അവൾ ചിലപ്പോ എന്നെ ഇവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ലെറ്റ് മീ ഗോ ഗെറ്റ് ഹെർ എ ലാൻഡർ. ലാൻഡർ? അതേടാ, ഈ ആകാശത്തൊട്ടില്ലേ കത്തിച്ചിങ്ങനെ മുകളിലോട്ട് പോകുന്ന ആകാശത്തൊട്ടില്ല. ആവട്ടെ. ആകാശദീപം നീയേ, നിനക്കെല്ലാം ആകാശദീപം നീയേ, നിനക്ക് ലാൻഡൺ കൊണ്ടു തരാലോ.
ലേറ്റ് ആയല്ലോ. കുറച്ചുകൂടെ നേരത്തെ വരായിരുന്നു. എന്റെ സിഹിമോൾ ഉറങ്ങിയിട്ടുണ്ടാവോ എന്തോ. നൈസ്. ഹലോ, പറയൂ റാം. അത് ഞാനാണ് തന്റെ വീടിന്റെ പുറത്തുണ്ട്. സിഹി ഉറങ്ങിയോ? അല്ല, നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കരുതിയാ ഞാൻ ഡോറി കൊട്ടാഞ്ഞെ. ഹലോ, ഹായ്. നീ നട്ടപ്പാതിരിക്ക്. അത് സിഹി ഒരുപാട് തവണ എന്നെ വിളിച്ചിരുന്നു. ഹാങ്ങിങ് ലാൻഡ് ഞാൻ ഒരുമിച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഞാൻ കുറച്ച് ബിസി ആയപ്പോ എനിക്ക് അവളുടെ ഫോൺ എടുക്കാൻ പറ്റിയില്ല. പാവ അവള് ഡിസപ്പോയിന്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇഫ് യു ഡോണ്ട് മൈൻഡ്, തനിക്ക് ഇതൊന്ന് അവൾക്ക് കൊടുക്കാവോ? ഇത് എവിടെയാ ഇപ്പൊ തൂക്കണ്ടേ? റാം, നീ അവള് ചോദിക്കുന്നത് കൊടുക്കാൻ നിൽക്കുവാണോ? ഇവിടെ. എന്തിനാ റാം നീ അവളെ എടുത്ത് തലയിൽ വെക്കുന്നേ? ബിക്കോസ് ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. നീയും അവൾ ഒരേപോലെ കളിക്കാൻ നിൽക്കല്ലേ, അത് രണ്ടാൾക്ക് നല്ലതല്ല. താൻ എന്താ ഈ ചെറിയ കാര്യത്തിനൊക്കെ ടെൻഷൻ ആവുന്നേ? ഓ, ഉറക്കത്തിന്ന് എണീറ്റോണ്ടാണോ? ഞാൻ ജസ്റ്റ് ഈ ലാൻഡേൺ തരാൻ വേണ്ടി വന്നു മാത്രം. അതെന്തിനാ? നീ കൊടുത്തില്ലെങ്കിൽ അവൾ ഡിസപ്പോയിന്റഡ് ആവുന്നേ ഉള്ളൂ. നീ എല്ലാ തവണ അവൾ ചോദിക്കുന്നത് കൊടുക്കുമ്പോ അവിടെ എക്സ്പെക്ടേഷൻ കൂടും. പിന്നെ അതാവും ഏറ്റവും വലിയ പ്രശ്നമാവുന്നത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. എന്തുറപ്പുള്ളത്? റാം, നിനക്കൊരു ലൈഫ് ഉണ്ട്, അതിനെപ്പറ്റി നീ ആലോചിക്ക്. എന്റെ മോള് നിനക്കൊരു ഭാരം ആവുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവള് ഭാരോ? ദിസ് ഇസ് ഹാപ്പിനെസ്. ഇത് ഞാൻ സിഹിക്ക് വേണ്ടി കൊണ്ടുവന്നു മാത്രം. ഇതിപ്പോ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, ഇത് അവസാനമായിട്ടും അല്ല. അതൊക്കെ എവിടെ ഫിക്സ് ചെയ്യണ്ടേ? ഇവിടെ. നൈസ് അല്ലേ? സിഹി ഇത് കണ്ടാൽ എന്തായാലും അവൾക്ക് സന്തോഷം. എനിവേസ്, ഗുഡ് നൈറ്റ് സീത. ബൈ. നീ എന്താ മോനെ ഈ നേരത്ത്? അത് സിഹിക്ക് ഒരു ആകാശത്തൊട്ടിൽ കൊടുക്കാൻ വന്നാ. സ്വല്പം ലേറ്റ് ആയി പോയി. അവള് നിനക്ക് ഭയങ്കര ഇഷ്ടാണല്ലേ? അവൾക്കും അതെ. നിന്നെ ഇഷ്ടപ്പെടുന്ന അത്ര അവൾക്ക് വേറെ ആരെ ഇഷ്ടമല്ല. അവളുടെ സംസാരം കേൾക്കുമ്പോ എനിക്ക് വല്ലാത്ത സന്തോഷം അമ്മേ. പാവ അവൾ ഉറങ്ങിപ്പോയി. അവളിപ്പോ വന്നിരുന്നെങ്കിൽ അവള് തുള്ളിച്ചാടുന്ന കാണായിരുന്നു. നീ വളരെ നല്ലവനാ മോനെ. അയ്യോ, ഇക്കാര്യത്തിൽ ഞാനും സെൽഫിഷാ അമ്മേ. ഞാൻ എന്റെ ഒരു സന്തോഷത്തിന് ചെയ്യുന്ന. സ്വല്പം സീതയുടെ സന്തോഷത്തെ കുറിച്ച് നിനക്ക് ആലോചിച്ചൂടെ മോനെ? സീത ഈ സമയത്ത് നിനക്ക് ഇങ്ങോട്ട് വരാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മേലെ അവൾക്ക് അത്ര വിശ്വാസം ഉണ്ടെന്നാണ് അതിനർത്ഥം. പാവം, സീത ഒറ്റയ്ക്കാവരുതെന്ന് നിനക്കും തോന്നിയിട്ടില്ലേ മോനെ? ക്ഷമിക്കും മോനെ, നിന്നെ ഇവിടെ നിർത്തി സംസാരിക്കേണ്ടി വന്നതിന്. ചേച്ചേ, അതൊന്നും കുഴപ്പമില്ല. ഞങ്ങൾക്ക് എപ്പോ നോക്കിയാലും സീതയെക്കുറിച്ച് സംസാരിക്കാനേ നേരമുള്ളൂ. സീതയ്ക്ക് എന്തെങ്കിലും നല്ലത് നടക്കാൻ വേണ്ടിയാ കാത്തിരിക്കുന്നേ. സീതയ്ക്ക്
അവളുടെ ജീവിതം ഒറ്റയ്ക്ക് നോക്കുന്നതില് മോന് വിഷമമുണ്ടോ ഇല്ലയോ? എല്ലാം ശരിയാകും അമ്മേ. ഒരു വിധത്തില് സീതയ്ക്കും മോനും ഒക്കെ ഒരേ പ്രായമല്ലേ? ഈ പ്രായത്തിൽ ഒരാൾക്ക് മറ്റൊരാൾ തുണ വേണ്ടേ? ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാ ഒരു ജീവിതം തുടങ്ങുക? സീതയുടെ കാര്യത്തിൽ മോൻ എന്താ തോന്നുന്നത്? അവളുടെ കല്യാണം കഴിഞ്ഞാ അവള് സന്തോഷായിട്ടിരിക്കില്ലേ?